സ്നേഹം നിറഞ്ഞവരെ, ഡിവൈൻ വോയിസിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും, അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരുവചന വിചിന്തനത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 13-ാം വാക്യത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. വീണ്ടും 14 ഈശോ പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മൾ ഉപ്പാണ്, നമ്മൾ പ്രകാശമാണ്. ഈശോ പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരുടെ മുൻപിൽ ജ്വലിക്കട്ടെ. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ തങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിയ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. തങ്ങളുടെ ജീവിതം ഒരു ഉപ്പായി അങ്ങോട്ട് അലിഞ്ഞ് ചേർന്ന് മറ്റുള്ളവർക്ക് രുചി പകർന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ. നമുക്ക് അങ്ങനെയുള്ള ഏതാനും വ്യക്തിത്വങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. 1870 ബെൽജിയത്തെ ഒരു വികാരിയച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ഡാമിയൻ, പട്ടം കിട്ടി അധികം നാളായില്ല, ഒരു പുതിയ പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. സന്ധ്യാസമയത്ത് ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ യുവ പുരോഹിതൻ കേൾക്കുന്നത് വലിയ കരച്ചിലാണ്. പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അദ്ദേഹം അടുത്തുള്ള വീടുകളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. കാണുന്ന കാഴ്ച ഇതാണ്. പട്ടാളക്കാർ ഓരോ വീടും കയറി ഇറങ്ങി പരിശോധിച്ചിട്ട് ആ വീടുകളിൽ ആർക്കെങ്കിലും കുഷ്ഠരോഗമുണ്ടെങ്കിൽ ബലമായിട്ട് ആ വീടുകളിൽ നിന്ന് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോവുകയാണ്. ഈ വൈദികനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുക? പട്ടാളക്കാർ വൈദികനോട് പറയുകയാണ്, കുഷ്ഠരോഗികൾക്ക് വീടുകളിൽ താമസിക്കാനായിട്ട് അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും വീടുകളിൽ കുഷ്ഠരോഗികളുണ്ടെങ്കിൽ അവരെ ബലമായി പിടിച്ച് കപ്പലിൽ അടച്ചിട്ട് എപ്പോൾ കപ്പൽ നിറയുന്നു അപ്പോൾ അവരെല്ലാവരെയും കൂടി കൊണ്ടുപോയി ഒരു ദ്വീപിൽ അവരെ കൊണ്ട് താമസിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ. പ്രിയപ്പെട്ടവരെ, ആ വൈദികൻ്റെ മനസ്സിൽ ഒത്തിരി നൊമ്പരങ്ങൾ വരികയാണ്. അവരുടെ കുറ്റം കൊണ്ടാണ് അവർക്കൊരു രോഗം വന്നത്. അവർക്കൊരു കുഷ്ഠരോഗം വന്നതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു, അവരെ കപ്പലിൽ അടയ്ക്കുന്നു. ആ കപ്പൽ നിറയുന്ന സമയത്ത് അവരെ കൊണ്ടുപോയി എവിടെയോ ഒരു ദ്വീപിൽ തള്ളുന്നു. ഈ അച്ഛൻ്റെ മനസ്സ് ഒത്തിരി അസ്വസ്ഥമാകാൻ തുടങ്ങി. ദിവസങ്ങൾ അച്ഛൻ അസ്വസ്ഥപ്പെടുകയാണ്. ആ മനുഷ്യർക്ക് മാന്യമായിട്ട് മരിക്കാൻ അവകാശമില്ലേ? അവരെ ഇങ്ങനെ മൃഗങ്ങളെപ്പോലെ കൊണ്ട് ഒരു ദ്വീപിലടയ്ക്കുന്നത് ശരിയാണ്? ഒത്തിരിയേറെ ചോദ്യങ്ങൾ വരികയാണ്. ഈ വൈദികൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. അപ്പോഴാണ് തിരിച്ചറിയുക, കുഷ്ഠരോഗികൾ അത് പകരുന്ന രോഗമായതുകൊണ്ട്, ശപിക്കപ്പെട്ട രോഗമായി കണക്കാക്കിയതുകൊണ്ട് നാട്ടിലുള്ളവരുടെ കൂട്ടത്തിൽ വസിക്കുവാനായിട്ട് അവിടെ അവർക്ക് അനുവാദമില്ല. ബലമായിട്ട് പട്ടാളം വീടുകൾ കയറി അങ്ങനെ കുഷ്ഠരോഗികളായിട്ടുള്ള വ്യക്തികളെ ആ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നു. അവരൊരു കപ്പലിൽ കയറ്റി കപ്പൽ നിറയുന്ന സമയത്ത് മൊളോക്കോ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നു. ആ ദ്വീപിന് ഏതാണ്ട് ഒരു 100 വാരെ ഇപ്പറേ വെച്ച് ഇവരെ കടലിലേക്ക് എറിയുന്നു. ആ കടലിൽ നിന്ന് അവർ നീന്തി അക്കരെ ചെന്ന് ആ ദ്വീപിൽ അവർ വസിച്ചു കൊള്ളണം. ഇതാണ് അവിടുത്തെ അവസ്ഥ. കൂടുതൽ അറിയും തോറും ഈ അച്ഛൻ്റെ മനസ്സ് അസ്വസ്ഥമാകുകയാണ്. ഈ മനുഷ്യർക്ക് ആര് കുമ്പസാരിപ്പിക്കാൻ ആരുണ്ട് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കൊടുക്കുവാനായിട്ട്? ആരുണ്ട് അവരുടെ മരണസമയത്ത് അവർക്കൊരു രോഗീലവരം കൊടുത്തുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് ആനയിക്കുവാനായിട്ട്? അസ്വസ്ഥപ്പെടുന്ന ഈ യുവവൈദികൻ മെത്രാൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, എനിക്ക് മൊളോക്കോ ദ്വീപിൽ ഇനിയുള്ള നാളുകളിൽ സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. മെത്രാൻ വലിയ വേദനയോടുകൂടെ ആ യുവവൈദികനോട് പറയുകയാണ്, താങ്കളുടെ അഭിപ്രായം നല്ലതാണ്, പക്ഷേ മുഴുവനായിട്ട് അറിഞ്ഞിട്ടാണോ ഇതുപോലൊരു തീരുമാനമെടുക്കുന്നത് എന്ന് എനിക്കറിയില്ല.
കാരണം മൊളോക്കോ ദ്വീപിൽ അവിടെ കുഷ്ഠരോഗികൾ മാത്രമാണുള്ളത്. അവർ വെറുക്കപ്പെട്ടൊരു ഒരു ഒരു മനുഷ്യരായിട്ടാണ് അവർ സ്വയം കരുതുക. അവർക്ക് സത്യത്തിൽ വെറുപ്പാണ് കുഷ്ഠമില്ലാത്ത മനുഷ്യരോട്. കാരണം ഈ കുഷ്ഠമില്ലാത്ത മനുഷ്യരാണ് ഇവരെ ബലമായിട്ട് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടാക്കിയിരിക്കുന്നത്. ശപിക്കപ്പെട്ടൊരു ജീവിതമാണ്. അച്ഛനിപ്പോൾ അങ്ങോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അച്ഛനെ സ്വീകരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. ഒരുപക്ഷെ കുഷ്ഠമില്ലാത്ത ഒരാളെ കാണുമ്പോൾ അവർ വളരെ വയലൻ്റ് ആകാൻ സാധ്യതയുണ്ട്. പലതരത്തിൽ മെത്രാൻ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അപ്പോഴെല്ലാം ഈ യുവവൈദികൻ പറയുകയാണ്, എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ് ആ മനുഷ്യർക്ക് വേണ്ടി. അവർക്കൊരു നല്ല മരണം കൊടുക്കുവാൻ വേണ്ടി എൻ്റെ ജീവിതം ദാഹിക്കുകയാണ്. നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മെത്രാനച്ചൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ആ ഫാദർ ഡാമിയനെ മൊളോക്കോയിലേക്ക് അയക്കുന്ന രംഗമുണ്ട്. മെത്രാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കുഷ്ഠരോഗികളുടെ അടുക്കിലേക്ക് ചെല്ലുന്ന ഈ രോഗമില്ലാത്ത വൈദികനെ കണ്ടപ്പോൾ അവരങ്ങനെ കാര്യമായിട്ട് സ്വീകരിക്കുകയൊന്നുമല്ല ചെയ്ത്. അവരുടെ വെറുപ്പ് മുഴുവനും ഈ മനുഷ്യരിലേക്ക് പ്രകടിപ്പിക്കുകയാണ്. ആദ്യം മർദ്ദനങ്ങളേക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, മരണം വരെ ഞാനിവിടെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തന്നെ മാസങ്ങളെടുത്തു. അങ്ങനെ മാസങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതത്തിന് ശേഷം ആ ഒരു വൈദികൻ അവിടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവർ ഒരുമിച്ച് കൂട്ടുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് ചികിത്സ കൊടുക്കുന്നു. അവരുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ വേദനകൾ പറയുവാനായിട്ട് കുമ്പസാരക്കൂട്ടിലിരുന്നു കൊണ്ട് അവരുടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ പാപങ്ങൾക്ക് മോചനം കൊടുക്കുകയും ചെയ്യുന്നു. അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. രോഗി ലേപനം നൽകി അവരെ അയക്കുന്നു. നരകിച്ച് ജീവിച്ചിരുന്ന കുറേ മനുഷ്യർക്ക് പുത്തൻ ജീവൻ കിട്ടിയ ഒരു അനുഭവം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഈ രോഗികളെ കുളിപ്പിക്കുവാൻ വേണ്ടി ചൂടുവെള്ളം ഒരു പാത്രത്തിൽ നിറച്ച് ചൂടുവെള്ളവുമായിട്ട് ഈ വൈദികൻ പോകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് ഈ കലം താഴെ വീണ് ആ ചൂടുവെള്ളം കാലിൽ വീഴുകയാണ്. അപ്പോഴാണ് അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക, ആ ചൂടുവെള്ളം തിളച്ച വെള്ളം താഴേക്ക് വീണിട്ട് തൻ്റെ കാലിൽ വീണിട്ട് തനിക്ക് യാതൊരു വികാരവുമില്ല. അയാൾ തിരിച്ചറിയുകയാണ് തനിക്കും കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ഫാദർ ഡാമിയൻ്റെ ജീവിതം ഒരു കുഷ്ഠരോഗി ആയിക്കൊണ്ട് തന്നെ കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശുദ്ധനായ വൈദികനെ നമ്മൾ പിന്നീട് കാണുകയാണ്. ഫാദർ ഡാമിയനെക്കുറിച്ചുള്ള സിനിമയിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമുണ്ട്. ഏതാണ്ട് മരണത്തോടൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഡാമിയൻ മെത്രാനച്ചന് എഴുതുകയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കുമ്പസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കത്ത് കിട്ടിയ മെത്രാൻ അടുത്ത കപ്പലിൽ അങ്ങോട്ട് മൊളോക്കയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ മൊളോക്കോയ്ക്ക് ഇപ്പുറത്ത് 100 വാരയ്ക്ക് ഇപ്പുറേ വെച്ച് ആ ഷിപ്പ് അവിടെ നിർത്തുന്നു. കപ്പൽ അവിടെ നിർത്തുകയാണ്. അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. രോഗികളെ മാത്രമേ അങ്ങോട്ട്, അത് കടലിൽ വലിച്ചെറിയുന്ന അവസ്ഥയാണ്. പിന്നീട് നടക്കുന്ന രംഗം വളരെ ഹൃദയസ്പർശകമാണ്. അക്കരെ നിന്നുകൊണ്ട് ഈ വൈദികൻ ഉറക്ക പാപങ്ങൾ വിളിച്ചു പറയുകയും ഇക്കരെ കപ്പലിലിരിക്കുന്ന ഈ മെത്രാനച്ചൻ അവൻ്റെ പാപങ്ങൾ കേട്ട് പൊറുതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രംഗം. ദിവസങ്ങൾക്കുള്ളിൽ ആ വൈദികൻ അവിടെ ആ കുഷ്ഠരോഗികളുടെ ഇടയിൽ അവർക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി മരിച്ച് അവരുടെ കൂടെ അടക്കം ചെയ്യപ്പെടുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് രുചി പകർന്ന് കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഞാനീ പറഞ്ഞ ചരിത്രം 1870 നടക്കുന്നതാണ്. വീണ്ടും ഒരു ചരിത്രം ഒരു 70 വർഷം കൂടി മുന്നോട്ട് പോകുമ്പോൾ 1940കളിൽ പോളണ്ടിലാണ് ആ സംഭവം ഉണ്ടാകുക. പോളണ്ടിൽ അന്ന് ആ പോളണ്ട് പിടിച്ചടക്കപ്പെട്ടിരിക്കുകയാണ്. ജർമ്മൻകാർ വന്നിട്ട് അവിടെ മുഴുവനും അടക്കി ഭരിക്കുന്ന അവസ്ഥയാണ്. നാസി തടങ്കൽ പാളയത്തിലേക്ക് ഈ യഹൂദന്മാരായ ആരെങ്കിലും അവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊണ്ട് പിടിച്ച് ആ തടങ്കൽ പാളയത്തിൽ അടച്ച് എല്ലാ യഹൂദരെയും കൊല്ലണമെന്നുള്ള വാശിയിൽ ആ നാസി തടങ്കൽ പാളയത്തിൽ ഈ ഹിറ്റ്ലറും കൂട്ടരും ഒക്കെ ഇങ്ങനെ ജനത്തെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെയാണ് ഈ ജർമ്മൻ ഈ നാസി പട്ടാളത്തിൻ്റെ ക്രൂരതയ്ക്കെതിരെ തൻ്റെ തൂലിക ചലിപ്പിച്ച ഒരു കത്തോലിക്ക വൈദികൻ, അതാണ് മാക്സിമിലിയൻ കോൾബെ. അയാളെ പട്ടാളം പിടിക്കുകയാണ്. ഇവർക്കെതിരെ നീങ്ങിയതുകൊണ്ട്, ഇവർക്കെതിരെ എഴുതുവാൻ തുടങ്ങിയതുകൊണ്ട് ആ പബ്ലിക്കേഷൻ അടച്ചുപൂട്ടുന്നു, അച്ഛനെ ജയിലിലാക്കിയാണ്.
ഈ അച്ഛനെതിരെ വന്നിരിക്കുന്ന കുറ്റം ഇതാണ്: ഈ അച്ഛൻ യഹൂദരായ മനുഷ്യരെ ഒളിപ്പിച്ചു താമസിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പാളയത്തിൽ അടയ്ക്കപ്പെട്ട് 1000-ലധികം വരുന്ന ആ ഒരു തടവുപുള്ളികളുടെ കൂട്ടത്തിൽ ഈ വൈദികനും അവിടെ അടയ്ക്കപ്പെടുകയാണ്. പിന്നീടുള്ള ജീവിതം ഈ മാക്സിമിലിയൻ കോൾബയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹദായകമാണ്. വേദനിക്കുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങൾ കേൾക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് ശക്തി പകർന്ന് നിരാശ എടുത്തു മാറ്റുന്നു. അങ്ങനെ തൻ്റെ ആ ഒരു തടങ്കൽ പാളയത്തിലുള്ള തൻ്റെ ജീവിതം വലിയൊരു മിഷണറി വർക്കായിട്ട് മാറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വൈദികനെയാണ് നമ്മൾ മാക്സിമിലിയൻ കോൾബയിൽ കാണുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രഭാതത്തിൽ ആ പാളയത്തിൽ ഒരു വലിയ സൈറൻ മുഴങ്ങിയാണ്. സൈറൻ മുഴങ്ങിയാൽ അതിനൊരു അർത്ഥമുണ്ട്: ആരോ ആ തടങ്കൽ പാളയത്തിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഇതാണ്: ഒരു വ്യക്തി ആ തടങ്കൽ പാളയത്തിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് 10 പേരെ നറുക്കിട്ടെടുക്കും. ആ 10 പേരെ പിന്നെ വധിച്ചു കളയുന്ന അവസ്ഥ. ഇതാണ് അവസ്ഥ. സൈറൻ മുഴങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഭയമായി. ആരുടെ 10 പേരാണോ വരാൻ പോവുക? ഓരോ പേരുകളും എടുക്കുമ്പോൾ പട്ടാളം ആ നമ്പറിനെ വിളിച്ച് കൊണ്ടുപോവുകയാണ്, കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ 9 പേരും കരഞ്ഞങ്ങ് പോകുമ്പോൾ 10ാമത്തെ ആളുടെ കുറി വീണു. ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ പേരാണ് അവിടെ വീണത്. ഉടനെ തന്നെ ഈ ഫ്രാൻസിസ്കോ കരയുകയാണ്, ചങ്കടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ വിലപിക്കുകയാണ്: ഇതാ എനിക്കൊരു ഭാര്യയുണ്ട്, എന്നെ കാത്തിരിക്കുന്ന 2-3 മക്കളുണ്ട്, ഞാൻ വധിക്കപ്പെട്ടാൽ ഒരു കുടുംബം മുഴുവനും നശിച്ചു പോവുകയാണ്. വാവിട്ട് കരയുന്ന ആ ഒരു മനുഷ്യൻ, ചുറ്റും നിന്നവർ ഈ കരച്ചിൽ കണ്ടിട്ട് എങ്ങനെടിച്ച് കരയുകയാണ്. പട്ടാളത്തിന് പക്ഷേ മുഖം നോട്ടമില്ല, ബലമായിട്ട് കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കരമുയരുക, ഒരു സ്വരമുയരുക. ആ സ്വരം ഇതാണ്: താങ്കൾക്ക് 10ാമത് ഏതെങ്കിലും ഒരാളെ വധിച്ചാൽ മതിയല്ലോ, ഇന്ന ആൾ വേണം നിർബന്ധമില്ലല്ലോ, അയാളെ പറഞ്ഞു വിട്ടേക്കൂ, പകരം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. പെട്ടെന്ന് രംഗമാകെ മാറുകയാണ്. എല്ലാവരെയും കരച്ചിൽ നിൽക്കുന്നു. ഏതാണ് ഈ സ്വരം? ആരാണിത്? പട്ടാളക്കാരൻ സൂക്ഷിച്ചു നോക്കി. ഒരു യുവ വൈദികൻ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്: ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതനാണ്. എൻ്റെ മരണത്തിൽ എന്നെ ഓർത്ത് കരയാൻ ഭാര്യയില്ല, എന്നെ ഓർത്ത് വേദനപ്പെടാൻ മക്കളില്ല. എന്നാൽ ആ മനുഷ്യൻ്റെ കാര്യം അതല്ല. നിങ്ങൾ അയാളെ വധിക്കുകയാണെങ്കിൽ അയാളെ കാത്തിരിക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ട്, അയാളുടെ വരവും കാത്തിരിക്കുന്ന മക്കൾ അവിടെയുണ്ട്, അവരെല്ലാവരും അനാഥരായി മാറും. അതുകൊണ്ട് ആ വ്യക്തിക്ക് പകരമായിട്ട് ഞാൻ മരിച്ചു കൊള്ളാം. പട്ടാളക്കാരൻ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. എല്ലാവരും എന്നെ കൊല്ലല്ലേ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നെ കൊന്നോളൂ എന്ന് പറയുന്നൊരു വ്യക്തി. എന്തായാലും അടുത്ത നിമിഷങ്ങൾ ആ ഫ്രാൻസിസ്കോയെ തിരിച്ച് ആ കൂട്ടത്തിലേക്ക് വിട്ടിട്ട് ഈ പുരോഹിതൻ കൊലക്കളത്തിലേക്ക് നീങ്ങുകയാണ്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ ചരിത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. വചനം ജീവിക്കുന്ന വ്യക്തികൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രകാശം അവരുടെ മുന്നിൽ ജ്വലിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്യങ്ങൾ ജീവിച്ച മനുഷ്യർ. വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു സംഭവത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അത് നടക്കുന്നത് 1970-കളിലാണ്. നമ്മുടെ എറണാകുളം ജനറൽ ആസ്പത്രിയിൽ ക്യാൻസർ വാർഡിൽ ഒരു പ്രധാന ഡോക്ടറും ഏതാനും ഡോക്ടർമാരും കൂടി രാവിലെ റൗണ്ട്സിന് വന്നിരിക്കുക. അപ്പോൾ ക്യാൻസർ വാർഡ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. എല്ലാ കസേരകളും ഫുള്ളാണ്. കസേരകളിൽ കൊള്ളാഞ്ഞിട്ട് വരാന്തകളിൽ രോഗികൾ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വരാന്തയിൽ കിടത്തിയിരിക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ആരോരുമില്ലാത്തവർ, തെരുവിൽ നിന്ന് കൊണ്ടുവന്നവർ, ആ രോഗത്തിൻ്റെ ഏറ്റവും മൂർധക്യത്തിലാക്കിയിരിക്കുന്നവർ. ഇവിടെ ഡോക്ടേഴ്സ് ഇങ്ങനെ റൗണ്ട്സിന് വരുമ്പോൾ നേഴ്സുമാർ പോയിട്ട് ഇവരെ മൂടിയിട്ടിരിക്കുന്ന പുതപ്പ് അങ്ങോട്ട് മാറ്റി നോക്കും, ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്, അല്ലെങ്കിൽ അവർ അടക്കാൻ കൊണ്ടുപോവുകയാണ്. അതല്ല, മരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും പുതപ്പോടെ ഇട്ടിട്ട് പോരുകയാണ്. വേറെ ചികിത്സയൊന്നുമില്ല. അവിടുത്തെ പ്രധാന ഡോക്ടർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡോക്ടർ പോൾ മാമ്പിള്ളി, പ്രസിദ്ധനായൊരു ഡോക്ടർ, നമ്മുടെ എറണാകുളം ഞാറയ്ക്കൽ ജനിച്ച് ഉന്നതമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കി മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി സ്കോളർഷിപ്പോടുകൂടി ജർമ്മനിയിൽ പോയി സർജറിയൊക്കെ അങ്ങ് പഠിച്ച് വിദഗ്ധനായിട്ട് വന്നിരിക്കുന്ന ആൾ. ചെറുപ്പക്കാരനാണ്, വിവാഹം പോലും കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചോദ്യം വരികയാണ്: ഞാനൊരു ഡോക്ടറല്ലേ, ഈ മനുഷ്യർക്ക് മാന്യമായൊരു മരണം കൊടുക്കുവാനായിട്ട് എനിക്ക് ഉത്തരവാദിത്തമില്ലേ? ഇവരിങ്ങനെ മൃഗങ്ങളെപ്പോലെ പുഴുവരിക്കുവാനായിട്ടും ചീഞ്ഞു നാറുവാനായിട്ടും ഇട്ടുകൊടുക്കുന്നത് ശരിയാണോ?
അന്ന് വൈകുന്നേരം ആ ഡോക്ടർ മറ്റു കൂടെയുള്ള ഡോക്ടേഴ്സിനെല്ലാം വിളിക്കുകയാണ്. എന്നിട്ട് ഈ ഡോക്ടർ അവരോട് പറയുകയാണ്, എൻ്റെ മനസ്സൊത്തിരി അസ്വസ്ഥമാണ്. ഈ മനുഷ്യർ, ഈ ക്യാൻസർ വന്ന് അതിൻ്റെ എക്സ്ട്രീമിലെത്തിയിരിക്കുന്ന മനുഷ്യർ, അവരെ ഇങ്ങനെ നമ്മൾ മരിക്കാൻ വേണ്ടിയിട്ട്, അവർ മാന്യമായിട്ട് മരിക്കാനുള്ള അവകാശം അവർക്കില്ലേ? നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണ്ടേ? പ്രിയപ്പെട്ടവർ, മറ്റു ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു, സാറ് വലിയ തറവാട്ടി പിറന്നവരാ, സാറിന് നല്ല സാമ്പത്തിക നിലയുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് ശമ്പളം എന്ന് പറഞ്ഞാൽ തുച്ഛമായ ശമ്പളമാണ്, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റു പല സ്ഥലത്തും പോയി പ്രാക്ടീസ് ചെയ്താലേ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കിനൊന്നും ഞങ്ങളെ കിട്ടുകയില്ല. പക്ഷെ ആ ഒരു മറുപടിക്ക് ഈ ഡോക്ടറെ നിരാശനാക്കാൻ സാധിച്ചില്ല. ഡോക്ടർ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് തൻ്റെ സ്വത്ത് മേടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ തീരുമാനമെടുക്കുകയാണ്, ഇനിയുള്ള നാള് ഞാനൊരു സർക്കാരിന് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്നില്ല, ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാനിങ്ങനെ മരിക്കുന്ന ഇതുപോലെയുള്ള മനുഷ്യരെ ശുശ്രൂഷിച്ച് അവർക്ക് നല്ല മരണം കൊടുക്കാൻ വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. കറുകുറ്റി ഭാഗത്ത് വന്നൊരു 10 സെൻറ്റ് സ്ഥലം ഈ ഡോക്ടർ മേടിക്കുന്നു. അവിടെ ഒരു ഓല കൊണ്ടൊരു ഷെഡ് കെട്ടിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ അവിടെ മരിക്കാനായിട്ട് കിടന്നിരുന്ന, ആരോരുമില്ലാതെ കിടന്നിരുന്ന, ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു 9 രോഗികളെ ഈ മനുഷ്യൻ ഒരു 9 ആംബുലൻസിൽ കൊണ്ടുപോരുകയാണ്. എന്നിട്ടൊരു 10 കട്ടിലും ഒപ്പിച്ചുകൊണ്ട് 10 കട്ടിൽ ആ ഷെഡിൽ, ആ ഓല ഷെഡിൽ നിരക്കിയ 9 രോഗികളെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. 10ാമത്തെ കട്ടിലിൽ ഈ ഡോക്ടർ മാമ്പിള്ളി അവിടെ കിടക്കുന്ന അവസ്ഥകൾ. എന്നിട്ട് ആ മനുഷ്യൻ്റെ ജീവിതം പിന്നെ ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, അവർക്ക് നല്ല മരണം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോഴാണ് ഈ കറുകുറ്റിയിൽ ഈ ഒരു ഷെഡ് കെട്ടിയതിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു CMI ആശ്രമം ഉള്ളത്. ഞാനിപ്പോൾ ആശ്രമത്തിൽ നിന്നാണ് വരിക. ആശ്രമത്തിൽ അന്നത്തെ പ്രിയോരച്ഛൻ ഏലിയാസർ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ മഠത്തിൽ കുർബാന കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഷെഡിനെ കുറിച്ച് അറിയുക. ഈ ഷെഡിൽ കയറി അപ്പോൾ കാണുക 10 കട്ടില്, 9 രോഗികൾ, ദുർഗന്ധം വമിക്കുന്നവർ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, 10ാമത്തെ കട്ടിലിരിക്കുന്ന ഒരു യുവ ഡോക്ടർ. ഈ കഥകളെല്ലാം ഈ ഡോക്ടർ ഈ അച്ഛനോട് പറയുകയാണ്. എല്ലാ കഥകളും കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറോട് ഈ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, ഇത്ര കഴിവുള്ളൊരു മനുഷ്യൻ, ഇത്രമാത്രം വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം വിദേശത്ത് നേടിയ മനുഷ്യൻ, അങ്ങ് വിചാരിച്ചാൽ ഈ ക്യാൻസർ തുടങ്ങുന്ന എത്രയോ രോഗികളെ ശുശ്രൂഷിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു പ്രതീക്ഷയുമില്ലാതെ, ഇന്നല്ല നാളെ മരിക്കാൻ പോകുന്ന, ആരോരുമില്ലാതെ തെരുവിൽ നിന്ന് കിട്ടിയ ഈ മനുഷ്യർക്ക് വേണ്ടി അങ്ങ് എന്താണ് ഈ ജീവിതം ഇങ്ങനെ മാറ്റിവെക്കുന്നത്? അന്ന് ഈ ഡോക്ടർ മാമ്പിള്ളി അച്ഛനോട് പറയുകയാണ്, അച്ഛാ, ക്യാൻസർ വന്ന രോഗികളെ ആരംഭദശയിൽ തിരിച്ചറിഞ്ഞ് ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരിയേറെ ആസ്പത്രികളുണ്ട്, ഒത്തിരിയേറെ ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എൻ്റെ നിയോഗം എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി എൻ്റെ സമയം കളയുകയല്ല, മറിച്ച് ഇന്നലെ നാളെ മരിക്കുന്ന ഈ മനുഷ്യർക്ക് അവരൊന്ന് ചിരിച്ചുകൊണ്ട് മരിക്കുവാനായിട്ട് ഇടം കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉത്തരം ആ വൈദികനിൽ ഒത്തിരി ചലനം സൃഷ്ടിക്കുകയാണ്. ആ വൈദികൻ ആശ്രമത്തിൽ വന്നു. അവിടെയുള്ള വൈദികരെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇതാ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു ഡോക്ടർ ഒരു 8-9 രോഗികളുമായിട്ട് വന്ന് താമസിക്കണം. ആശ്രമം തീരുമാനിച്ചു, ആ ഡോക്ടർ ഒരു കാര്യം ചെയ്യട്ടെ, ആശ്രമത്തിൽ വന്ന് അച്ഛന്മാരുടെ കൂട്ടത്തിൽ താമസിക്കട്ടെ, എന്നിട്ട് ഇവിടുന്ന് പോയിട്ട്, തൊട്ടടുത്ത് തന്നെയാണ്, ഇവിടുന്ന് പോയിട്ട് ശുശ്രൂഷ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അതൊരു ഒരു ചരിത്രം തന്നെ മാറുന്ന ഒരു സംഭവമായി മാറുകയാണ്. സന്യാസികൾക്ക് മാത്രം, വ്രതം ചെയ്തവർക്ക് മാത്രം താമസിക്കാവുന്ന ഒരു മോണസ്ട്രിയിൽ, ഒരു കൊവേന്തയിൽ ഒരു ലേയ്മാനായ മനുഷ്യൻ ആ അച്ഛന്മാരുടെ കൂടെ താമസിച്ചുകൊണ്ടാണ് പിന്നെയുള്ള 48-49 വർഷങ്ങൾ ശുശ്രൂഷ ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും തൻ്റെ കുടുംബത്തിൽ നിന്ന് സമ്പത്ത് കൊണ്ടുവന്ന് അവിടെ അടുത്ത് തന്നെ മനോഹരമായ ഒരു നല്ല ഇടം മേടിച്ച് അവിടെ ഒരു ഔസേപ്പ് മറിയം ആസ്പത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ മരിക്കുന്നവർക്ക് വേണ്ടി ഒരു ആസ്പത്രി തുടങ്ങി. ആരോരുമില്ലാത്തവർക്ക്, ക്യാൻസർ ബാധിച്ച് ഏറ്റവും തഴയപ്പെട്ട വ്യക്തികൾക്ക് ആശ്രയമായിട്ട് മാറിയ ഔസേപ്പ് മറിയം ആസ്പത്രി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ മരിച്ചു, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ ഒരു ചിത്രം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കോറിയിട്ട വലിയൊരു സന്ദേശമുണ്ട്. നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമുക്കാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന് ഒരു തിരിച്ചറിവ് തന്നിട്ടാണ് ഡോക്ടർ മാമ്പിള്ളി നമ്മളെ വിട്ടുപോയത്. ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത്.
അത് PU തോമസ് ചേട്ടൻ എന്ന് പറയുന്ന ആളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു തൂപ്പുകാരനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. സൈക്കിളിൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് രാവിലെ പോകുമ്പോൾ വഴിയരികളിൽ ഇങ്ങനെ ഭ്രാന്തന്മാർ നടക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയാണ്. വലിയ ഭാണ്ഡവും പേരിക്കൊണ്ട്, കുളിക്കാതെ, മുടി ചീവാതെ, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പുലമ്പി നടക്കുന്ന മനുഷ്യർ. ഈ സൈക്കിളിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഈ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായ ഈ തോമസ് ചേട്ടൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വരികയാണ്. ഈ മനുഷ്യർക്ക് അല്പം സ്നേഹം കൊടുത്താൽ, അല്പം ശ്രദ്ധ കൊടുത്താൽ ഒരുപക്ഷെ ഇവരുടെ ഈ തകർന്ന മാനസികാവസ്ഥയൊന്ന് മാറ്റി സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സാധിക്കുകയില്ലേ? അതൊരു വിപ്ലവമായി മാറുകയാണ്. തൻ്റെ ആശയം ഭാര്യയോട് പങ്കുവയ്ക്കുന്നു. അവരൊരുമിച്ചൊരു തീരുമാനമെടുക്കുന്നു. ഇങ്ങനെയുള്ള തെരുവിൽ തെണ്ടി നടക്കുന്ന ഈ ഭിക്ഷക്കാരെ, ഈ മാനസിക രോഗികളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ ഒന്ന് കുളിപ്പിച്ച്, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, അവർക്ക് നല്ല മരുന്ന് കൊടുത്ത് അവരെ ഒന്ന് ശുശ്രൂഷിക്കാനായിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ നടക്കുന്നത് അത്ഭുതമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു മനുഷ്യനിൽ ആരംഭിച്ചൊരു നന്മ അങ്ങോട്ട് പടർന്ന് പന്തലിക്കുകയാണ്. ഒരു കൂട്ടം മനുഷ്യർ ഈ തോമസ് ചേട്ടൻ്റെ കൂട്ടത്തിൽ കൂടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടുവരാൻ തുടങ്ങി. ആ വീടുകൾ മാസങ്ങൾക്കുള്ളിൽ 100 മാനസിക രോഗികളുടെ ഭവനമായി മാറുകയാണ്. ഇന്നത് വളർന്ന് വികസിച്ച് നവജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 12,000 പേർക്ക് ദിവസേന ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന, അതുപോലെ തന്നെ ഇതുപോലെയുള്ള മാനസിക രോഗികൾക്ക് താമസിക്കാൻ ഇടം കൊടുക്കുന്ന അത്ഭുതത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരിടമായി മാറുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരൊറ്റ വചനം ഒരു മനുഷ്യനിൽ ഫലം ചൂടിയപ്പോൾ ലോകത്തിൻ്റെ തന്നെ താളം മാറുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം അവരിൽ ജ്വലിക്കട്ടെ എന്നുള്ള ദൈവവചനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ നമുക്കൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. മറ്റൊരു വ്യക്തി എനിക്കറിയാവുന്നത്, അത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ഒരു പ്രസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ജോർജ് ഏട്ടൻ, ഭാര്യ സെലിൻ ചേച്ചി, ഒരു മാഫ്തോ പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മനോഹരമായിട്ടൊരു പ്രസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് കളമശ്ശേരിയിൽ. ഈ ജോർജ് ഏട്ടനും സെലിൻ ചേച്ചിയും ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ച് ആ പ്രസിൽ നിന്ന് കിട്ടുന്ന ആ സമ്പത്ത് കൊണ്ട് ഞായറാഴ്ച ദിവസം ഇറങ്ങിത്തിരിക്കുകയാണ് അനാഥശാലകളിലേക്ക്, ആരോരുമില്ലാത്തവരിലേക്ക്. എന്നിട്ട് അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് വിളമ്പി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആ 2 വ്യക്തിത്വങ്ങൾ, ഒരു കുടുംബം. ആ ചൈതന്യം പേറിക്കൊണ്ട് തൻ്റെ പിന്നത്തെ തലമുറയിലേക്ക് ഈ ജോർജ് ഏട്ടൻ്റെയും സെലിൻ ചേച്ചിയുടെയും മക്കൾ ജോട്ടി, ഭാര്യ ഷീമ, ഇതേ ചൈതന്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MBA പാസ്സായി നല്ല നിലയിൽ ജീവിക്കുന്ന ഈ ജോട്ടി ഞായറാഴ്ച ദിവസങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനായിട്ട്, ആരോരുമില്ലാത്തവരിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനായിട്ട്. ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോയിട്ട് ആരോരുമില്ലാത്തവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കുവാനായിട്ട്, നഖം വെട്ടുവാനായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരൊറ്റ വ്യക്തിയിൽ ഒരു വചനം പുഷ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കിയ ലോകത്തിൻ്റെ ചുറ്റും. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വചനം കേൾക്കുന്നവർ മാത്രമാവാതെ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരാകുവാനായിട്ട് പരിശ്രമിക്കുക. ഒറ്റ വചനം ഒരു വ്യക്തിയിൽ പുഷ്പിച്ചപ്പോൾ അത് ലോകത്ത് അത്ഭുതമായി മാറിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മളായിരിക്കുന്നിടത്ത്, നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കാം. നമുക്കൊക്കെ ഉപ്പായി മാറുവാനായിട്ട്, പ്രകാശമായി മാറുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക്, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ ഭാര്യയാവാം, നമ്മുടെ മക്കളാവാം, അവർക്ക് ഉപ്പായി മാറുവാനായിട്ട്, അവർക്ക് പ്രകാശമായി മാറുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആയിരിക്കുന്ന ഈ സമയത്ത് നന്മ ചെയ്തുകൊണ്ട്, ഉപ്പായി മാറിക്കൊണ്ട്, പ്രകാശമായി മാറിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അല്പം കൂടി രുചിയുള്ളതാക്കുവാനായിട്ട്, വെട്ടമുള്ളതാക്കി മാറ്റുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.